ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാ ചേട്ടനെ ഒന്ന് കണ്ടെത്തിയത്. നിങ്ങളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാ ചേട്ടനെ അന്വേഷിച്ചത്. അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോന്ന് തിരക്കിയപ്പോ IG ജോർജ് സാറാ ചേട്ടന്റെ പേര് പറഞ്ഞത്. ആ സമാധാനത്തിലാ ഇവിടെ ഞാനും. മോള് ഫോൺ വെച്ചോ, ബാക്കി നേരിട്ട് പറയാം. ശരി അമ്മേ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാത്തിനെയും കൈവെള്ളയിലാക്കണം. ഓക്കെ അമ്മേ. ഓക്കെ, ശരി മോളെ. ഹലോ, ഐ നീഡ് സം ഇൻഫർമേഷൻ. എന്താണ്? ചോദിച്ചോളൂ. അറിയാവുന്നതാണെങ്കിൽ പറയാം. കുറച്ച് പഴക്കമുള്ളൊരു കേസാ. സിറ്റി സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു ജയശ്രീയെ കുറിച്ച് അറിയാവൂ? പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പഴയ കേസുകൾ റെഫർ ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. പരിചയത്തില് ആർക്കെങ്കിലും ആ കേസിനെ കുറിച്ച് അറിയാമെങ്കിൽ എനിക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. ഒരു ലോക്കപ്പ് മരണവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലായ ജയശ്രീ ഇഷ്യൂ ആണോ ഈ പറയുന്നത്? അതെ, അത് തന്നെ. ഓക്കെ, ഞാൻ ഫയൽസ് ഒക്കെ നോക്കട്ടെ, എന്നിട്ട് ഡീറ്റെയിൽസ് ഞാൻ മെയിൽ ചെയ്യാം. ആ ഓക്കെ, എത്രയും നേരത്തെ കിട്ടുന്നു അത്രയും പ്രയോജനപ്പെടും. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, മെയിനോന്റെ റൈറ്റ് ഹാൻഡായ എക്സിനെ കുറിച്ചാ. അയാളും പൃഥ്വിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാമോ? ഇല്ല, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയാൽ അതും അറിയിക്കാം. ഓക്കെ. ഓക്കെ. അവസാന കാലത്ത് അമ്മ അന്വേഷിച്ചിരുന്ന കേസിന്റെ ഡീറ്റെയിൽസ് ഒന്നും സ്റ്റേഷനിൽ ഇല്ലാത്തത് എന്താ സർ? അന്ന് അവിടെ ഉണ്ടായിരുന്നവർ ഒരുപാട് മാനിപ്പുലേഷൻസ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാതെ പോയത്. ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നവരെ പോലും നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പലരും ഇന്ന് കേരളത്തിലില്ല. ചിലര് VRS എടുത്ത് വിദേശത്തേക്ക് പോയി, ചിലര് മരിച്ചു, ചിലരെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇതെല്ലാം കാലങ്ങൾ കൊണ്ട് സംഭവിച്ച നോർമലായ ഒരു കാര്യമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇതെല്ലാം വളരെ പ്ലാൻഡായി എക്സിക്യൂട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ മീനോൻ തന്നെയാണല്ലേ സർ? അങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത്. പക്ഷേ അതിനും നമ്മുടെ കയ്യിൽ തെളിവുകളോ സാക്ഷികളോ ഇല്ലല്ലോ. അന്ന് സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരാളെ നമുക്കൊന്ന് സംസാരിക്കാൻ കിട്ടില്ലേ സാർ? ആ, ഒരാളുണ്ട്. ആരാണ് സർ? ഒരു മാത്യൂസ്. അയാളെ ജോലി റിസൈൻ ചെയ്ത് പോയതാണ്. അയാൾക്ക് എന്തൊക്കെയോ മാനസിക ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാളെന്ന് കോണ്ടാക്ട് ചെയ്യാൻ എന്താ ഇപ്പൊ മാർഗം? ഡിപ്പാർട്ട്മെന്റ് വഴി ട്രാക്ക് ചെയ്തു പോകുന്ന റിസ്ക് ആണ്. പഴയ കേസ് ഇപ്പോഴും അന്വേഷണത്തിലുണ്ടെന്ന് അറിവ് കിട്ടിയാൽ ബാക്കിയുള്ള തെളിവുകൾ കൂടി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലത്. ആര് ചോദിച്ചാലും ദുർഗയ്ക്ക് അമ്മയെക്കുറിച്ച് അറിയാനാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുകയും ചെയ്യാം. ഈ മാത്യൂസിന്റെ വീട് എവിടെയാണെന്നും അയാൾ എവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്നും എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സാർ? ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങളെ ഫോണിലേക്ക് നോക്ക്. കിട്ടിയോ? യെസ് സർ. മാത്യുവിന്റെ പഴയ അഡ്രസ്സാണ് ഞാൻ അയച്ചിരിക്കുന്നത്. അയാളിപ്പോ അവിടെ താമസമില്ല എങ്കിലും അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ചാൽ ആളെ കിട്ടുമായിരിക്കും. ഓക്കെ സാർ. ഓക്കെ സർ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സാർ. ഓക്കെ ജെരി. ഓക്കെ സർ. കാരി ഓൺ.
ചേട്ടാ ഞങ്ങളൊരു മാത്യുവിനെ അന്വേഷിച്ച് വന്നതാ. ഏത് മാത്യു? ഇവിടെ ഒരുപാട് മാത്യുമാരുണ്ട്. ഇതിൽ ഏത് മാത്യുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് ഞാനെങ്ങനെ അത് അറിയും? പിന്നെ ചേട്ടാ, മുൻപ് പോലീസിലുണ്ടായിരുന്ന ഒരു മാത്യു ഇപ്പോ പ്രാർത്ഥനയും പള്ളിക്കാര്യങ്ങളും ഒക്കെയായി ഇവിടെ ഉണ്ടാകുമെന്ന അന്വേഷിച്ചു പറഞ്ഞത്. അയാളെ കണ്ടിട്ട് പോയി എന്തിനാ? ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനാ. ചേട്ടാ ആളെ ഒന്ന് കാണിച്ചെന്നാ മതി. നല്ല ഒന്നാം തരം പോലീസ് ജോലിയും കളഞ്ഞ് ഈ പള്ളിയിലെ അച്ഛനെയും കപ്പേരെ സേവിച്ച് കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ അയാൾക്ക്? അയാളിപ്പോ എവിടെ ഉണ്ടാവും? അയാളിപ്പോ അകത്തുണ്ടാവും. ബാദുർഗൻ. ചേട്ടാ മാത്യു ചേട്ടനല്ലേ? അതെ. ചേട്ടാ, ഞാൻ ജയശ്രീയുടെ മോളാ. അമ്മയും ചേട്ടനും ഒരേ സ്റ്റേഷനിലല്ലേ ജോലി ചെയ്തിരുന്നത്? ജയശ്രീ മാഡത്തിന്റെ മോളാണോ? അതെ. ചേട്ടാ, ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ടാ ചേട്ടനെ ഒന്ന് കണ്ടെത്തിയത്. നിങ്ങളെന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അമ്മയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാ ചേട്ടനെ അന്വേഷിച്ചത്. അമ്മയോടൊപ്പം ജോലി ചെയ്തിരുന്ന ആരെങ്കിലും ഉണ്ടോന്ന് തിരക്കിയപ്പോ IG ജോർജ് സാറാ ചേട്ടന്റെ പേര് പറഞ്ഞത്. അതെ, പക്ഷേ ഈ സ്ഥലവും ചേട്ടനെ ഒന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറെ കറങ്ങി. എല്ലാം വെറുതെ ആയല്ലോ. സ്വന്തം അമ്മയെക്കുറിച്ച് മകൾക്കറിയാത്ത എന്ത് കാര്യങ്ങളാ ഞാൻ പറഞ്ഞു തരേണ്ടത്? നവദുർഗേ വനദുർഗേ സർവവും നീ ചിന്മയി